എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതി വിഭവങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്നുള്ള മൊഡ്യൂളിലെ 4ാമത്തെ വീഡിയോയാണ് ഇന്ന് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 8ാം ക്ലാസ് സോഷ്യലിലെ 10ാമത്തെ അധ്യായമായ ഭൂമിയുടെ പുതപ്പ് എന്നുള്ള ഭാഗമാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഭൂമിയുടെ പുതപ്പ്. ആദ്യം തന്നെ പരിസ്ഥിതി ദിനത്തിൽ നമ്മളെടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചു പരിപാലിക്കുമെന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ ദിനത്തിൽ ഞാൻ ഒരു മരത്തെ നട്ട് അത് വലുതാകുന്നത് വരെ പരിപാലിക്കും. പരിസ്ഥിതി ദിനത്തിൽ നടത്തുന്ന ഒരു പ്രതിജ്ഞയാണ്. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി സ്കൂൾ അസംബ്ലിയിൽ നിങ്ങൾ ചൊല്ലിയ പ്രതിജ്ഞാവാക്യങ്ങളാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി വൃക്ഷത്തൈ നടുന്നതിൻ്റെ യുക്തി എന്തെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുകയാണ്. ഇനി നോട്ട് ചെയ്യേണ്ട പോലെ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. അന്തരീക്ഷം എന്താണ്? ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പിനെയാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങളാണ് ഭൂമിയെ ജീവഗ്രഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഭൂമിയെ ജീവഗ്രഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? അന്തരീക്ഷത്തിലുള്ള ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഈ വാതകങ്ങളുടെ അളവിനെ നിയന്ത്രിക്കുന്നതിൽ സസ്യങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ട്. അതാണ് നമ്മൾ പരിസ്ഥിതി ദിനത്തിൽ സസ്യങ്ങൾ നടന്നതിനെ കുറിച്ച് പറയാൻ കാരണം. അപ്പോൾ ഈ വാതകങ്ങൾ, അതായത് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും അതിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? സസ്യങ്ങളാണ്. അത് എങ്ങനെയാണ്? സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്കാവശ്യമായ ഊർജം സംഭരിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്കാവശ്യമായ ഊർജം സംഭരിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. ഇതിലൂടെ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുകയും അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നു. പ്രകാശ സംശ്ലേഷണത്തിലൂടെ എന്താണ് ഇപ്പോൾ സസ്യങ്ങൾ ചെയ്യുന്നത്? സസ്യങ്ങൾ എന്താ ചെയ്യുന്നത്? അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനെ പുറന്തള്ളും, കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ചെയ്യും. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജൻ പുറന്തള്ളുകയാണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ആവശ്യമായ പ്രാണവായുവിൻ്റെ അളവ് സന്തുലിതമായി നിലനിർത്തുന്നതിൽ സസ്യങ്ങൾ വഹിക്കുന്ന പങ്കാണ് നമ്മളീ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലെ പ്രാണവായുവിൻ്റെ അളവ് സന്തുലിതമായി നിലനിർത്താൻ സസ്യങ്ങൾ വഹിക്കുന്ന പങ്ക് എന്താണ് എന്ന് മനസ്സിലായി. അതെങ്ങനെയാണ്? പ്രകാശ സംശ്ലേഷണം വഴിയാണ്. അവിടെ എന്താണ് അവർ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്തുകൊണ്ട് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ വാതകങ്ങളെ കൂടാതെ എന്തൊക്കെയാണ് അന്തരീക്ഷത്തിലുള്ളത്? അപ്പോൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും മാത്രമാണോ അന്തരീക്ഷത്തിലുള്ളത്? അല്ല. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അല്ലാതെ മറ്റു പല വാതകങ്ങളും അന്തരീക്ഷത്തിലുണ്ട്. അന്തരീക്ഷ സംരചന, അറ്റ്മോസ്ഫെറിക് കോമ്പോസിഷൻ. അന്തരീക്ഷ സംരചന അഥവാ അറ്റ്മോസ്ഫെറിക് കോമ്പോസിഷൻ. ഭൂമിക്കു ചുറ്റും ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്ന നമ്മുടെ അന്തരീക്ഷത്തിൽ വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വമാണ്. ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്ന നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തൊക്കെയുണ്ട്? വാതകങ്ങളുണ്ട്, ജലാംശമുണ്ട്, പൊടിപടലങ്ങളുണ്ട്. ഇവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് എന്താണ്? ഭൂഗുരുത്വമാണ് ഭൂമിയോട് ഇവയെ ചേർത്ത് നിർത്തുന്നത്. ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്ന നമ്മുടെ അന്തരീക്ഷത്തിൽ
വാതകങ്ങളുണ്ട്, ജലാംശമുണ്ട്, പൊടിപടലങ്ങളുണ്ട്. ഇവയെ നിലനിർത്തുന്നത് ഭൂഗുരുത്വമാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലമാണ് ഇവയെ അവിടെ നിലനിർത്തുന്നത്. ഇനി അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് അഥവാ അന്തരീക്ഷ വാതകങ്ങൾ ഏതൊക്കെയെന്നാണ്. നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും അല്ലാതെ മറ്റു പല വാതകങ്ങളും അന്തരീക്ഷത്തിലുണ്ട് എന്ന് പറഞ്ഞു. ആ അന്തരീക്ഷ വാതകങ്ങൾ ഏതൊക്കെയാണ്, അവ എത്ര ശതമാനം ഉണ്ട് എന്ന് നോക്കാം. നമ്മൾ മുൻ വീഡിയോയിൽ ഇവ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ മറ്റു വാതകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിച്ചത്. ഇവിടെ നമുക്ക് ആ മറ്റു വാതകങ്ങൾ ഓരോന്നും പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കോളാണ് ഇനി വരാൻ പോകുന്നത്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ആദ്യം നമുക്ക് ഡയഗ്രാം നോക്കാം, എന്നിട്ട് കോളം നോക്കാം. നൈട്രജൻ 78.08%, ഓക്സിജൻ 20.95%, പിന്നീട് മറ്റു വാതകങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയഗ്രാം ഇതാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജനാണ്. നമ്മൾ മുൻ വീഡിയോയിൽ നമ്മളത് വിശദമായി പറഞ്ഞതാണ്. നൈട്രജനും സസ്യങ്ങളെ വളർച്ചയ്ക്ക് ആവശ്യമായത് നൈട്രജനാണ് എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക, അപ്പോൾ ഒന്നുകൂടി എളുപ്പമാവും. ഇനി നമുക്ക് അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളും എത്ര ശതമാനമാണ് അവ അന്തരീക്ഷത്തിലുള്ളത് എന്നും നോക്കാം. നൈട്രജൻ നമ്മൾ പഠിച്ചതാണ് 78.08%, ഓക്സിജൻ 20.95%, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് 0.037%. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ഇനി ഇവിടെ നമുക്ക് ബാക്കിയുള്ളതൊന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടില്ല, അപ്പോൾ അത് നോക്കാം. നൈട്രജൻ നമ്മൾ പറഞ്ഞു 78.08%, ഓക്സിജന് 20.95%. ഇനി ഒന്നുള്ളതാണ് ആർഗൺ. ആർഗൺ എത്ര ശതമാനമുണ്ട്? 0.93% ആർഗൺ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് 0.37%, ഓസോണ് 0.01%, നിയോണ് 0.002%, ഹീലിയം 0.0005%, ക്രിപ്റ്റൺ 0.001%, ഹൈഡ്രജൻ ആണെങ്കിൽ 0.00005%, സെനോൺ ആണെങ്കിൽ 0.00009%. ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ടത് നമുക്കൊക്കെ ഓർത്തിരിക്കാം. ഈ അവസാനം പറഞ്ഞതൊക്കെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ LDC പ്രിലിംസ് ഇല്ലാത്തൊരു സ്റ്റേജാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ടൈറ്റ് ആവും, ലെവൽ മാറും. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നമുക്ക് ഹീലിയത്തിന് എത്ര ശതമാനമാണെന്ന്, ക്രിപ്റ്റൺ എത്ര ശതമാനമാണ്, ഇപ്പോൾ ഈ ഹൈഡ്രജനൊക്കെ എത്ര ശതമാനമാണ് എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഇവിടെ ഈ 4 0 ഉള്ളത് 5 0 ഒക്കെ ഇട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ടൈറ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ നല്ലോണം നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ നോട്ട് ബുക്കിൽ തന്നെ എഴുതിയിട്ട് നിങ്ങൾക്കിത് എങ്ങനെ ഇത് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുവെച്ചാൽ അതുപോലെ കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഇത് നിർബന്ധമാണ്. ഇത് നിങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകരുത്. നൈട്രജനും ഓക്സിജനും നമുക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. നമ്മൾ ഈ അടിയിൽ പറഞ്ഞ ഈ ഓസോണ്, നിയോണ്, ഹീലിയം, ക്രിപ്റ്റൺ, ഹൈഡ്രജൻ, സെനോൺ എന്നിവ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതിൽ ഹൈഡ്രജനും സെനോണും ക്രിപ്റ്റവും ഒക്കെ ഒന്ന്, ഹീലിയം ഒക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. കാരണം അതിൽ എത്ര പൂജ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കൊന്നും കൂടി പറയാം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്. അത് 78.08%. ഓക്സിജൻ, പിന്നെ രണ്ടാം സ്ഥാനം ഓക്സിജനാണ് 20.95%. പിന്നീട് ആർഗണ് 0.93%. കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? 0.037%. ഓസോണ് 0.001%. നിയോണ് 0.002%. ഹീലിയം 0.005%. ക്രിപ്റ്റൺ 0.0001%. ഹൈഡ്രജൻ 0.00005%. സെനോൺ ആണെങ്കിൽ 0.00009%. ഇങ്ങനെയാണ് ഇത് വരുന്നത്. അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങളെല്ലാം തന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ജീവൻ്റെ നിലനിൽപ്പിന് സഹായകമാകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഇതിലേതെങ്കിലും ഒന്നിൻ്റെ അളവ് കൂടിയാൽ അതാണ് വായു മലിനീകരണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പഠിച്ചതാണ്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങൾ
എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് കണ്ടില്ലേ എന്നിവിടെ ചിത്രത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് നമുക്ക് ചിത്രം തന്നെ നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. സൂര്യപ്രകാശമാണ് സസ്യങ്ങൾ സ്വീകരിക്കും. സൂര്യപ്രകാശം സ്വീകരിച്ചിട്ടാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. സൂര്യപ്രകാശത്തെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും സ്വീകരിച്ചുകൊണ്ട് പ്രകാശ സംശ്ലേഷണം നടത്തി അവർ ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം ഓക്സിജനെ പുറത്തു വിടുന്നു. അതാണ് സസ്യങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. സസ്യങ്ങൾ ഭൂമിയിൽ നിലനിൽക്കേണ്ട ആവശ്യകത ഇതാണ്. സൂര്യപ്രകാശം സ്വീകരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കും, എന്നിട്ട് നല്ല ശുദ്ധവായുവായ ഓക്സിജനെ പുറത്തുവിടും. എപ്പോൾ? പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ. ഹരിത സസ്യങ്ങളുടെ പ്രത്യേകതയാണത്. പിന്നെ നമ്മൾ മനുഷ്യന്മാരാണെങ്കിലോ, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടും, ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യും. ശ്വസന പ്രക്രിയയിലൂടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടും, ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയും സൂര്യപ്രകാശത്തെയും സ്വീകരിച്ചുകൊണ്ടാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്. അതിനുശേഷം അവർ നമുക്ക് ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യും. ഇനി നൈട്രേറ്റുകൾ ആക്കി മാറ്റപ്പെടുന്നു. നൈട്രജനെ നൈട്രേറ്റുകളാക്കി മണ്ണിൽ അലിയിക്കുന്നു. അതിൻ്റെ ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് നൈട്രജൻ സ്ഥിരീകരണം. അപ്പോൾ നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റപ്പെടുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് നൈട്രജൻ സ്ഥിരീകരണം. അപ്പോൾ എന്താണ് നൈട്രജൻ സ്ഥിരീകരണം എന്ന് ചോദിച്ചാൽ, നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റപ്പെടുന്ന പ്രക്രിയയാണ് നൈട്രജൻ സ്ഥിരീകരണം. നമ്മൾ മുൻ വീഡിയോയിൽ വിശദമായി പഠിച്ചതാണ്. റൈസോബിയം ബാക്ടീരിയ നൈട്രജനെ അന്തരീക്ഷ വായുവിൽ നിന്നുള്ള നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞതാണ്. അന്തരീക്ഷ വായുവിൽ കൂടുതൽ നൈട്രജൻ ഉണ്ടെങ്കിലും സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായ മൂലകം അല്ലെങ്കിൽ വാതകമാണ് നൈട്രജൻ എങ്കിലും സസ്യങ്ങൾക്ക് അവയെ നേരിട്ട് സ്വീകരിക്കാനുള്ള കഴിവില്ല. അപ്പോൾ എങ്ങനെയാണ് പിന്നെ അവർക്ക് സസ്യങ്ങൾക്ക് അത് കിട്ടുന്നത്? വായുവിലൂടെ അല്ല, വായുവിൽ നിന്ന് വലിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് എങ്ങനെയാണ് കിട്ടുന്നത്? ഇതിൻ്റെ വേരുകളിലുള്ള അല്ലെങ്കിൽ മണ്ണിലുള്ള പയറ്, മുതിര, കടല അല്ലെങ്കിൽ തൊട്ടാവാടി, എരഞ്ഞിൽ എന്നിവയുടെയൊക്കെ വേരുകളിലുള്ള റൈസോബിയം ബാക്ടീരിയയാണ് നമ്മളെ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റി ആ സസ്യങ്ങൾ ഭൂമിയിൽ അലിഞ്ഞു ചേരുമ്പോൾ അങ്ങനെയാണ് അത് ഈ സസ്യങ്ങൾ വേരിലൂടെ വലിച്ചെടുക്കുന്നത്. അങ്ങനെയാണ് നൈട്രജൻ കിട്ടുന്നത്. അപ്പോൾ മണ്ണിലുള്ള നമ്മുടെ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് അങ്ങനെയുള്ള സൂക്ഷ്മജീവികളാണ് ഈ നൈട്രജനെ നൈട്രേറ്റുകളാക്കി മാറ്റി സസ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് വിശദമായി പറഞ്ഞതാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഇഷ്ടം പോലെ നൈട്രേറ്റ് ഉണ്ട്. അങ്ങനെ നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ നൈട്രേറ്റുകളായിട്ട് അവ മണ്ണിൽ അടിയുന്നു. എങ്ങനെയാണ് നൈട്രജൻ സ്ഥിരീകരണം നടക്കുന്നത് എന്ന് പറഞ്ഞു. റൈസോബിയം ബാക്ടീരിയ, പയറ്, മുതിര എന്നിവയുടെയൊക്കെ, അതേപോലെ എരഞ്ഞിൽ, തൊട്ടാവാടി എന്നിവയുടെയൊക്കെ വേരിൽ ഉണ്ടാകുന്ന ബാക്ടീരിയയാണ് റൈസോബിയം ബാക്ടീരിയ. അതും നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇനി അന്തരീക്ഷത്തിലെ ജലാംശം. നമ്മൾ അന്തരീക്ഷത്തിലെ വാതകങ്ങളെക്കുറിച്ച് പറഞ്ഞു. അന്തരീക്ഷത്തിലെ ജലാംശം, വാട്ടർ ഇൻ അറ്റ്മോസ്ഫിയർ. ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ജല തന്മാത്രകൾ. ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകം എന്നാണ് ജല തന്മാത്രകൾ. ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നുവെന്നും അത് മേഘങ്ങളുടെ രൂപീകരണത്തിനും മഴയ്ക്കും കാരണമാകുന്നുവെന്നും നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷ ഭാഗങ്ങളിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് എന്ത്? ജല തന്മാത്രകൾ. ബാഷ്പീകരണ പ്രക്രിയയിലൂടെയാണ് ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തുന്നത്. അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് എല്ലായിടത്തും എല്ലാ സമയത്തും ഒരുപോലെയല്ല. അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് എല്ലായിടത്തും എല്ലാ സമയത്തും ഒരുപോലെയല്ല. അതിന് കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ അന്തരീക്ഷ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ്? താപനിലയാണ്. ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. ഇവിടങ്ങളിൽ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതൽ കാണുന്നു. കൂടുതൽ താപനിലയുള്ള, കൂടുതൽ ചൂടുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതലായി കാണുന്നു. അതുപോലെ
ഉപരിതല ജലസ്രോതസ്സായ സമുദ്രങ്ങൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ എന്നിവയോടടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശം കൂടുതലായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്? ഉപരിതല ജലസ്രോതസ്സുകളായ സമുദ്രങ്ങൾ, നദികൾ, അതുപോലെ മറ്റു ജലാശയങ്ങൾ എന്നിവയോടടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലും ജലാംശം കൂടുതലായിരിക്കും. ഒന്നുകൂടിയും പറയാം. ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷ ജലാംശം കൂടുതലായിരിക്കും. കാരണം എന്താ വെച്ചാൽ കൂടുതൽ ബാഷ്പീകരണം നടക്കും. ഉപരിതല ജലസ്രോതസ്സുകളായ സമുദ്രങ്ങൾ, നദികൾ, അതുപോലെ ജലാശയങ്ങൾ ഉള്ളയിടത്തും അങ്ങനെ ഉള്ളയിടത്തും അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശം കൂടുതലായിരിക്കും. ഇനി ഇത് നമുക്ക് കണ്ടെത്താനുള്ള 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് അതൊന്നുകൂടി താറുവാകും. ഇവിടെ നമുക്ക് ഗോളത്തിൻ്റെ തന്നിട്ടുണ്ട്. ഇതിൽ ഗോളത്തിൻ്റെ വിവിധ ധ്രുവങ്ങൾ തന്നിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഇതിൽ ഈ ഗോളത്തിൻ്റെ ധ്രുവങ്ങൾ തന്നിൽ ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൻ്റെ ജലാംശം ഏറ്റവും കൂടുതലുള്ള ഭാഗം ഇതിലേതായിരിക്കും? ഈ പച്ച കളറാണോ, അല്ലെങ്കിൽ ഈ ചുവപ്പ് കളറാണോ, അതോ മുകളിലെ നീല കളറാണോ? നിങ്ങളത് പറയൂ. എവിടെയാണ്? പറയൂ. യെസ്, ഈ ചുമപ്പ് കളറുള്ള അവിടെയാണ്. ഈ ചുമപ്പ് കളർ ഇവിടെ ഈ 0 ഡിഗ്രി എന്ന് കണ്ടില്ലേ? ഈ 0 ഡിഗ്രി എന്താണ്? ഭൂമധ്യ രേഖയാണ്. 0 ഡിഗ്രി എന്ന് പറയുന്നത് ഭൂമധ്യ രേഖയാണ്. നമ്മൾ മുൻ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. മുകളിലേക്ക് പോകുന്തോറും സൂര്യപ്രകാശം കുറയും, അതുകൊണ്ട് തന്നെ അവിടെ തണുപ്പ് കൂടുതലായിരിക്കും. ഇങ്ങോട്ട് ഭൂമധ്യരേഖയ്ക്ക് താഴേക്ക് തെക്കോട്ട് പോവുകയാണെങ്കിലും വടക്കോട്ട് പോവുകയാണെങ്കിലും എന്താ സംഭവിക്കുന്നത്? ചൂട് കുറയായിരിക്കും. നമ്മൾ ഉഷ്ണമേഖല, മിതോഷ്ണ മേഖല, അതേപോലെ ശൈത്യമേഖല എന്നൊക്കെ നമ്മൾ മുൻ വീഡിയോയിൽ പഠിച്ചതാണ്. അപ്പോൾ അതേ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ പഠിച്ച ആദ്യത്തെ പോയിൻ്റ് അനുസരിച്ച് ഇതിലേതാണ്? ഈ ഭൂമധ്യരേഖയോട് അടുത്തുള്ള ഈ 2 തെക്കും വടക്കും ഈ സ്ഥിതി ചെയ്യുന്ന ഈ ചുവപ്പ് കളറിൽ രേഖപ്പെടുത്തിയുള്ള ഉഷ്ണമേഖലയിലാണ് അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതലുണ്ടാകുക. എന്താണ് കാരണം? കാരണം ഭൂമധ്യരേഖയാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള പ്രദേശം. അപ്പോൾ അതിനോടടുത്ത ഈ പ്രദേശത്താണ് അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതൽ ഉണ്ടാകാൻ കാരണം എന്താ വെച്ചാൽ കൂടുതൽ ബാഷ്പീകരണം നടക്കുന്ന ഒരു ഏരിയ ഇതാണ്. കൂടുതൽ താപം ഉണ്ടാകുമ്പോൾ ബാഷ്പീകരണം നടക്കും എന്നുള്ള പോയിൻ്റ് നമ്മളിവിടെ പഠിച്ചില്ലേ? ഫസ്റ്റ് പോയിൻ്റ്. ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോത് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതൽ കാണുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഈ ഫസ്റ്റ് ഫോട്ടോ. ഈ ചുമപ്പ് കട്ട ഉഷ്ണമേഖലയായ ഈ 23.5 ഡിഗ്രി നോർത്തിലും 23.5 ഡിഗ്രി സൗത്തിലും ഈ ഭൂമധ്യരേഖയ്ക്ക് ഇടയിലായിട്ട് ചൂട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ബാഷ്പീകരണം കൂടുതലായി നടക്കും. സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് അവിടെ കൂടുതലായിരിക്കും. ഇനി അടുത്ത ചിത്രം നോക്കൂ. ഇന്ത്യയുടെ ഭൂപടം വന്നിട്ട് ഡൽഹിയും തിരുവനന്തപുരവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ അന്തരീക്ഷ ജലാംശം കൂടുതലുള്ള സ്ഥലം ഏതാക്കണം? ഡൽഹി, തിരുവനന്തപുരം. ഇവയിൽ അന്തരീക്ഷ ജലാംശം കൂടുതൽ എവിടെയായിരിക്കും? ഒന്ന് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടുന്നുണ്ടോ? യെസ്, അതന്നെ നിങ്ങൾ പറയുന്നത് തന്നെ, തിരുവനന്തപുരത്താണ്. ഡൽഹിയും ഈ ഭൂപടത്തിലെ ഡൽഹി, തിരുവനന്തപുരം എടുത്തു നോക്കിയാൽ ഈ തിരുവനന്തപുരത്താണ് അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതലുള്ളത്. അതിൻ്റെ കാരണം എന്താ? യെസ്, നമ്മൾ മുകളിൽ പറഞ്ഞ രണ്ടാമത്തെ അതേ കാരണം തന്നെ, ഈ കാരണം തന്നെ. അതെ, രണ്ടാമത്തെ നമ്മൾ മുകളിൽ പറഞ്ഞ അതേ കാരണമാണ്. ഉപരിതല ജലസ്രോതസ്സുകളായ സമുദ്രങ്ങൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ എന്നിവയോടടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങളിൽ ജലാംശം കൂടുതലായിരിക്കും. അതെ, ആ കാരണം തന്നെ. അപ്പോൾ ഇവിടെ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ സമുദ്രത്തിനോട് അടുത്തുള്ള പ്രദേശമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം പറയുന്നതല്ല, 3 സൈഡും സമുദ്രമാണ് ഈ സൈഡ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതലായിരിക്കും. അടുത്തതാണ് അന്തരീക്ഷത്തിലുള്ളത് പൊടിപടലങ്ങൾ അഥവാ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അഥവാ പൊടിപടലങ്ങൾ. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. ഇനി ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിലേക്ക് പൊടിപടലങ്ങൾ എത്തുന്നത്? വാതകങ്ങൾ, ജലതന്മാത്രകൾ നമ്മൾ പഠിച്ചു, അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് പൊടിപടലങ്ങൾ അഥവാ ഡസ്റ്റ് പാർട്ടിക്കിൾസ്.
ഇനി പൊടിപടലങ്ങൾ ഏതൊക്കെ വിധത്തിലാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തത് കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ. കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലെത്തും. രണ്ടാമത് എങ്ങനെ എത്തും? അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്ന പൊടിപടലങ്ങളും അന്തരീക്ഷത്തിലെത്തും. ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. അതുപോലെ നമ്മൾ അന്തരീക്ഷത്തിൽ വെച്ച് ഉൽക്കകൾ കത്തുമ്പോൾ അവയിൽ നിന്നുണ്ടാകുന്ന ചാരവും പൊടിപടലമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലെത്തുന്നു. ബഹിരാകാശത്ത് വെച്ച് ഉൽക്കകൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ചാരവും നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളായിട്ട് ഉണ്ടാകും. അപ്പോൾ ഒന്നുകൂടി, എങ്ങനെയൊക്കെയാണ് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ അഥവാ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത്? കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം. ഈ 3 വിധത്തിലാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടാകുന്നത്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണ പ്രക്രിയ കൂടുതലായി നടക്കുന്നു. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ ഇവയെ ഘനീകരണ മർമ്മം, കോണ്ടൻസേഷൻ ന്യൂക്ലി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണ പ്രക്രിയ കൂടുതലായി നടക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കും. അങ്ങനെ സഹായിക്കുന്നത് കൊണ്ട് ഇവയെ എന്ത് വിളിക്കും? ഘനീകരണ മർമ്മം എന്ന് വിളിക്കും. ഘനീകരണ മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിലെ നേരിയ അല്ലെങ്കിൽ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നത് കൊണ്ട് അവയെ ഘനീകരണ മർമ്മം എന്ന് വിളിക്കുന്നു. ഘനീകരണ പ്രക്രിയ കൂടുതലായി നടക്കും. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളിൽ ഘനീകരണ പ്രക്രിയ കൂടുതലായി നടക്കും. അവ മേഘങ്ങൾ ഉണ്ടാകാൻ സഹായിക്കും, മേഘരൂപീകരണത്തിന് സഹായിക്കും. അതുകൊണ്ടാണ് ഇവയെ ഘനീകരണ മർമ്മം എന്ന് വിളിക്കുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന് സാന്നിധ്യമുണ്ട്. അന്തരീക്ഷത്തിന് എത്ര സാന്നിധ്യമുണ്ടെന്ന് ചോദിച്ചാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ വരെ ഉയരത്തിൽ അന്തരീക്ഷത്തിന് സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൽ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ ഉയരം കൂടുന്തോറും എന്ത് വരുന്നു? വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ഈ അന്തരീക്ഷത്തിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം വെറും 29 കിലോമീറ്റർ മാത്രം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് മുകളിലേക്ക് ഉയരം കൂടി വരുന്നതിനനുസരിച്ച് വാതകങ്ങളുടെ അളവ് കുറഞ്ഞ് വരുന്നു. ഹരിതഗൃഹമാകുന്ന അന്തരീക്ഷം. ശൈത്യമേഖലാ രാജ്യങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്ഫടികം കൂടുതലായി ഉപയോഗിക്കാറുണ്ട്. സ്ഫടിക തലങ്ങൾക്ക് സൗരോർജ്ജത്തെ, അതായത് സൗരതാപനത്തെ ഉള്ളിലേക്ക് കടത്തിവിടാനും ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്താനും കഴിവുണ്ട്. അതുകൊണ്ടാണ് ശൈത്യമേഖലാ രാജ്യങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്ഫടികം കൂടുതലായി ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ശൈത്യമേഖലാ രാജ്യങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്ഫടികം കൂടുതലായി ഉപയോഗിക്കുന്നത്? സ്ഫടികങ്ങൾക്ക് സൗരതാപനത്തെ ഉള്ളിലേക്ക് കടത്തിവിടാനും ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്താനും കഴിവുള്ളത് കൊണ്ടാണ് ശൈത്യമേഖലാ രാജ്യങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്ഫടികം കൂടുതലായി ഉപയോഗിക്കാറുള്ളത്. ഇത്തരത്തിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ താപം കുറയാതെ നിലനിർത്താനാകുന്നു. അപ്പോൾ ഇതുകൊണ്ട് സ്ഫടികം ഉപയോഗിക്കുന്നത് കൊണ്ട് കെട്ടിടത്തിനുള്ളിൽ താപം കുറയാതെ നിലനിർത്താൻ കഴിയും. സ്ഫടികത്തിൻ്റെ ഈ ഗുണവിശേഷത്തെ ശൈത്യരാജ്യങ്ങൾ കാർഷിക മേഖലയിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ സ്ഫടികത്തിൻ്റെ ഈ ഒരു വിശേഷത, അതായത് ഉള്ളിൽ താപം കുറയാതെ നിലനിർത്താൻ കഴിയുന്ന സ്ഫടികത്തിൻ്റെ ഒരു പ്രത്യേകതയെ വിദേശ രാജ്യങ്ങൾ അത് കാർഷിക മേഖലകളിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തി സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ താപം ഉള്ളിൽ നിലനിർത്താൻ ഇത്തരം നിർമ്മിതികൾക്ക് കഴിയുന്നു. അതിനാൽ ഇവയെ ഹരിതഗൃഹങ്ങൾ അഥവാ ഗ്രീൻ ഹൗസ് എന്നാണ് വിളിക്കുന്നത്. ഈ സ്ഫടികം വെച്ചുകൊണ്ട്
സൂര്യൻ്റെ താപത്തെ നിലനിർത്താൻ കഴിയുന്നു. അതിനുള്ളിൽ ഇത്തരം നിർമ്മിതികൾക്ക് കഴിയും. അപ്പോൾ അതിനെയാണ് എന്ത് ഹരിതഗൃഹങ്ങൾ എന്ന് അഥവാ ഗ്രീൻ ഹൗസ് എന്ന് വിളിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. സ്ഫടികങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൂര്യൻ്റെ താപത്തെ നിലനിർത്തിക്കൊണ്ട് കൃഷി ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇതിനെ ഹരിതഗൃഹം എന്നാണ് വിളിക്കുന്നത്. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ചില വാതകങ്ങൾക്കും സൗരതാപനത്തെ കടത്തിവിടാനും ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാനും കഴിവുണ്ട്. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ചില വാതകങ്ങൾക്കും സൗരതാപനത്തെ കടത്തിവിടാനും ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാനും കഴിവുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നു. അപ്പോൾ അന്തരീക്ഷത്തിലടങ്ങിയ ചില വാതകങ്ങൾക്കും എന്തുണ്ട്, സൗരതാപനത്തെ കടത്തിവിടാനും ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഹരിതഗൃഹങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഭൂമിക്കും ഒരു ഹരിതഗൃഹമുണ്ട്. അതായത് അന്തരീക്ഷത്തിലടങ്ങിയ ചില വാതകങ്ങൾ, അത് വാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ചില വാതകങ്ങൾക്ക് എന്തുണ്ട്, സൗരതാപനത്തെ കടത്തിവിടാനും അതുപോലെ ഭൂമിയുടെ വികിരണത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, ഓസോൺ തുടങ്ങിയ വാതകങ്ങൾ എന്ത് ചെയ്യും? ആ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെയ്തുകൊണ്ട് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നു. ഈ പ്രതിഭാസത്തെ ഹരിതഗൃഹ പ്രഭാവമെന്നും ഇതിന് കാരണമാകുന്ന വാതകങ്ങളെ ഹരിതഗൃഹ വാതകങ്ങൾ എന്നുമാണ് പറയുന്നത്. നമ്മുടെ ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, ഓസോൺ. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നതിനെയാണ് അങ്ങനെ നിലനിർത്തുന്ന പ്രതിഭാസത്തെയാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ഇതിന് കാരണമാകുന്ന വാതകങ്ങളെ ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നു. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, അതുപോലെ ഓസോൺ. ഗ്രീൻ ഹൗസ് എഫക്റ്റ് അഥവാ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ പ്രവാഹം ജീവൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഹരിതഗൃഹവാതങ്ങളിലുണ്ടാകുന്ന ക്രമാതീതമായ വർധനവ് അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ഹരിതഗൃഹവാതങ്ങളിലുണ്ടാകുന്ന ക്രമാതീതമായ വർധനവ് എന്ത് ചെയ്യും? അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. മനുഷ്യൻ്റെ ചില ഇടപെടലുകളിലൂടെയാണ് ഹരിതഗൃഹവാതകങ്ങൾ കൂടുതലായും അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത്. മനുഷ്യൻ്റെ ചില ഇടപെടലുകൾ മുഖേനയാണ് ഹരിതഗൃഹവാതങ്ങൾ കൂടുതലായിട്ടും അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ വഴി ഹരിതഗൃഹവാതങ്ങളുടെ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതങ്ങൾ കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഗ്നിപർവ്വത സ്ഫോടനം, ജൈവവസ്തുക്കളുടെ ജീർണനം തുടങ്ങിയ സ്വാഭാവിക മാർഗങ്ങളിലൂടെയും. അഗ്നിപർവ്വത സ്ഫോടനവും ജൈവവസ്തുക്കളുടെ ജീർണം സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ്. ഈ വഴിയും അതുപോലെ ധാതു ഇന്ധനങ്ങൾ കത്തിക്കൽ, മരം മുറിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു. അതുപോലെ ധാതു ഇന്ധനങ്ങൾ കത്തിക്കലും മരം മുറിക്കലും ഇതുവഴിയും ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു. അപ്പോൾ ഏതൊക്കെ വഴിയെത്തും? അഗ്നിപർവ്വത സ്ഫോടനം വഴിയെത്തും, ജൈവവസ്തുക്കളുടെ ജീർണം വഴിയെത്തും. ഇത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ്, മനുഷ്യന്മാർ ചെയ്യുന്നതല്ല. എന്നാൽ മരം മുറിക്കലും ധാതു ഇന്ധനങ്ങൾ കത്തിക്കലൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്നതാണ്. അതുവഴിയും എന്തെത്തും? ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തും. ഇനി വൻതോതിൽ ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തിന് കാരണമായ ചില ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ വായു മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ തന്നെയാണ്. ഫാക്ടറികളിൽ നിന്നുള്ള പുക, അതുപോലെ മരം മുറിക്കൽ, അതുപോലെ വാഹനങ്ങളിൽ നിന്നുള്ള പുക. ഇത് നമ്മൾ മുൻ വീഡിയോയിൽ പഠിച്ചതാണ്. അവിടെ നമ്മൾ വായു മലിനീകരണത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പഠിച്ചതാണ്.
ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ സ്വതന്ത്രമാക്കപ്പെടുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഹരിതഗൃഹവാതങ്ങളിൽ മുകളിൽ പറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ സ്വതന്ത്രമാക്കപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡാണ് ഹരിതഗൃഹവാതങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വതന്ത്രമാക്കപ്പെടുന്ന ഹരിതഗൃഹ വാതകം. മാറുന്ന അന്തരീക്ഷ സ്ഥിതിയാണ് അടുത്ത ഹെഡിങ് വരുന്നത്. വ്യവസായവൽക്കരണം, നഗരവൽക്കരണം തുടങ്ങിയ അതിവേഗത്തിലുള്ള അന്തരീക്ഷ മാറ്റങ്ങൾ അതിവേഗത്തിലുള്ള അന്തരീക്ഷ മാറ്റങ്ങൾക്ക് കാരണമാകും. വ്യവസായവൽക്കരണവും നഗരവൽക്കരണങ്ങളും വളരെ വേഗത്തിലുള്ള അല്ലെങ്കിൽ അതിവേഗത്തിലുള്ള അന്തരീക്ഷ മാറ്റങ്ങൾക്ക് കാരണമാകാറുണ്ട്. പ്രതിവർഷം 6000 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഇത്തരത്തിൽ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നതായാണ് കണക്ക്. അപ്പോൾ ഈ നഗരവൽക്കരണത്തിലൂടെയും വ്യവസായവൽക്കരണവും വഴി പ്രതിവർഷം 6000 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ് അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നത്. 20ാം നൂറ്റാണ്ടിൽ ഹരിതഗൃഹവാതങ്ങളുടെ അളവിലുണ്ടായ ക്രമാതീതമായ വർധനവ് അന്തരീക്ഷത്തിൻ്റെ ശരാശരി താപനില 0.4 ഡിഗ്രി സെൽഷ്യസ് വർധനയുണ്ടാക്കിയിട്ടുള്ളതായി പഠനങ്ങൾ തെളിയിക്കുന്നു. 20ാം നൂറ്റാണ്ടിൽ ഹരിതഗൃഹവാതങ്ങളുടെ അളവിലുണ്ടായ ക്രമാതീതമായ വർധനവ്, വളരെയധികം ഉണ്ടായ വർധനവ്, നമ്മൾ മുകളിൽ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഉണ്ടായ വർധനവ് ശരാശരി താപനിലയിൽ 0.4 ഡിഗ്രി സെൽഷ്യസ് വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹരിതഗൃഹവാതങ്ങളിലുണ്ടാകുന്ന വാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിലുണ്ടാകുന്ന വർധനവിനെയാണ് ആഗോളതാപനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആഗോളതാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിതഗൃഹവാതകങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിലുണ്ടാകുന്ന വർധനവിനെയാണ് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആഗോളതാപനം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഹരിതഗൃഹവാതകങ്ങളിലൂടെ അന്തരീക്ഷ നിലയിലുണ്ടാകുന്ന വർധനവാണ് ആഗോളതാപനം അഥവാ ഗ്ലോബൽ വാർമിംഗ്. ആഗോളതാപനം ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. അപ്പോൾ ആഗോളതാപനം എങ്ങനെയൊക്കെയാണ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നത്? ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നതിലൂടെ സമുദ്രനിരപ്പ് ഉയരും. ആഗോളതാപനം ഉണ്ടായാൽ എന്ത് ചെയ്യും? ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകും. അതിൻ്റെ ഭാഗമായിട്ട് സമുദ്രജലം നിരപ്പ് ഉയരും. സമുദ്രത്തിൽ വെള്ളം കൂടും. അതുകൊണ്ട് സമുദ്രജല നിരപ്പ് ഉയരും. സമുദ്രതീര ആവാസ വ്യവസ്ഥയിലുണ്ടാകുന്ന നാശം, ഭക്ഷ്യദൗർബല്യം, വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ആഗോളതാപനം പറഞ്ഞാൽ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകി ജലനിരപ്പ് ഉയരും. അതിൻ്റെ ഭാഗമായി സമുദ്രതീര ആവാസ വ്യവസ്ഥയിലുണ്ടാകുന്ന നാശം, സമുദ്രതീര ആവാസ വ്യവസ്ഥ നശിക്കും. അതിൻ്റെ നാശം ദൗർലഭ്യം, അതുപോലെ വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ദൗർലഭ്യത്തിനും വൻതോതിലുള്ള കുടിയേറ്റത്തിനും ഇത് കാരണമാകും. ആവാസ വ്യവസ്ഥയിലെ പല സസ്യജന്തുജാലങ്ങളുടെയും നാശത്തിന് വഴിതെളിയും. നാശത്തിനും വഴിയൊരുക്കും. ഹരിതഗൃഹവാതകങ്ങളുടെ അളവിലുണ്ടാകുന്ന വർധനയാണ് ആഗോളതാപനത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ ഒഴിവാക്കിയ ഒരു കള്ളിയുണ്ട്. ക്യോട്ടോ പ്രോട്ടോക്കോൾ പ്രധാനപ്പെട്ടതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്യോട്ടോ പ്രോട്ടോക്കോൾ ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. ഹരിതഗൃഹവാതകങ്ങളുമായി ബന്ധപ്പെട്ട് അവ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. 1997 ജപ്പാനിൽ നടന്ന ക്യോട്ടോ ഉച്ചകോടിയുടെ ഭാഗമായി വിളംബരം ചെയ്യപ്പെട്ട ഈ ഉത്തരവ് 2005 141 രാജ്യങ്ങളുടെ അംഗീകാരത്തോടെ നിലവിൽ വന്നു. ക്യോട്ടോ ഉച്ചകോടി നടന്നത് എപ്പോഴാണ്? ജപ്പാനിലാണ് ക്യോട്ടോ ഉച്ചകോടി നടന്നത്. എന്നാണ് 1997 ക്യോട്ടോ ഉച്ചകോടി അല്ലെങ്കിൽ ക്യോട്ടോ പ്രോട്ടോക്കോള് അല്ലെങ്കിൽ ക്യോട്ടോ ഉച്ചകോടി കൂടിയത്. ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് എന്നാണ്? 2005. അപ്പോൾ 2 പ്രധാന വർഷങ്ങൾ ഓർത്തിരിക്കുക. ജപ്പാനിലെ ക്യോട്ടോ ഉച്ചകോടി നടന്നത് 1997. ആഗോള താപനം തടയുന്നതിന് വേണ്ടിയിട്ട് താപനം അഥവാ ഗ്ലോബൽ വാർമിംഗ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ലോകരാജ്യങ്ങളുടെ ഒരു പരിശ്രമമാണ് ക്യോട്ടോ ഉച്ചകോടി. അത് നടന്നത് 1997 ജപ്പാനിലാണ്. ഇനി ഇത് പ്രകാരമുള്ള ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത്
2005 എത്ര രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്? 141 രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്. 2012 ഹരിതഗൃഹ വാതക തോത് 1990 നിന്ന് 5% കുറക്കാൻ 35 വ്യവസായ രാജ്യങ്ങൾക്ക് ഇതിലൂടെ താക്കീത് നൽകിയിരുന്നു. അപ്പോൾ ഈ ക്യോട്ടോ പ്രോട്ടോക്കോളിലൂടെ 35 വ്യവസായ രാജ്യങ്ങൾക്ക് 1990 നിന്ന് 5% കുറക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ തോത് ഹരിതഗൃഹ വാതക തോത് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ താക്കീത് നൽകി. ഇവിടെ നോട്ട് ചെയ്യേണ്ട പ്രധാന പോയിൻ്റ്, ക്യോട്ടോ എവിടെയാണ്? ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? ജപ്പാനിലാണ്. ക്യോട്ടോ ഉച്ചകോടി നടന്നത് ജപ്പാനിലാണ്. ആഗോളതാപനത്തിന് എതിരെ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ലോകശ്രമം, ഹരിതഗൃഹവാതങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഹരിതഗൃഹവാതങ്ങളിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു ശ്രമം അല്ലെങ്കിൽ ആദ്യത്തെ ശ്രമം എന്നൊക്കെ പറയുന്നതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ജപ്പാനിലെ ക്യോട്ടോയിൽ 1997 ക്യോട്ടോ ഉച്ചകോടി നടന്നത്. ഇനി ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2005 141 രാജ്യങ്ങളാണ് അംഗീകരിച്ചത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് നിലവിൽ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യോട്ടോ ഉച്ചകോടി നടന്നത് എവിടെയെന്നും ചോദിച്ചിട്ടുണ്ട്. ജപ്പാനിലാണ് ക്യോട്ടോ. അതേപോലെ നിലവിൽ വന്നത് 2005 1997 ഉച്ചകോടി നടന്നു. ഇനി നമുക്ക് ഓസോണിനെ കുറിച്ച് നോക്കാം. ഭൂമിക്ക് കുടയായി ഓസോൺ. അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു പാളിയായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ഇതിനെ ഓസോൺ പാളി എന്നാണ് പറയുന്നത്. ഓസോൺ പാളി എന്താണ്? അന്തരീക്ഷത്തിൽ ഒരു ഭാഗത്തായിട്ട് ഓസോൺ വാതകം കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. ആ ഭാഗത്തെയാണ് ഓസോൺ പാളി എന്ന് പറയുന്നത്. ഇത് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഓസോൺ പാളി എന്താണ് ചെയ്യുന്നത്? സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ, ഹാനികരമായ രശ്മികളെ ആഗിരണം ചെയ്തുകൊണ്ട് ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതാണ് ഓസോൺ പാളി എന്ന് പറയുന്നത്. അപ്പോൾ ഓസോൺ പാളി എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഓസോൺ വാതകം ഒരു സ്ഥലത്തായത് കൂടുതൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആ ഒരു പ്രദേശത്തെയാണ് ഓസോൺ പാളി എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞ് അല്ലെങ്കിൽ ആഗിരണം ചെയ്തുകൊണ്ട് ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നത് ഈ ഓസോൺ പാളിയാണ്. ഇനി ഇവിടെ കോളത്തിൽ ഓസോൺ രൂപീകരണം കൊടുത്തിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരശ്മികളെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു. അങ്ങനെ ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ രൂപപ്പെടുന്നു. ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് 3 ആറ്റമുള്ള ഓസോൺ വാതകം രൂപം കൊള്ളുന്നു. ഈ പ്രക്രിയയെ ഓസോണീകരണം എന്ന് പറയുന്നു. ഓസോണീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിൽ ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരശ്മികളിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കും. അങ്ങനെ വിഘടിച്ച് ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ രൂപപ്പെടും. വിഘടിക്കുമ്പോൾ ഈ ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ എന്ത് ചെയ്യും? സാധാരണ ഓക്സിജൻ തന്മാത്രകളുമായി ചേർന്നിട്ട് 3 ആറ്റമുള്ള, മറ്റേ ഓക്സിജന് 2 ആറ്റം ഉണ്ടാവുള്ളൂ, ഇത് ഒരാറ്റമുള്ളതാക്കരം. അങ്ങനെ ചേർന്ന് 3 ആറ്റമുള്ള ഒരു വാതകം രൂപം കൊള്ളുന്നു. ഈ പ്രക്രിയയാണ് ഓസോണീകരണം എന്ന് പറയുന്നത്. ഓസോണൈസേഷൻ അഥവാ ഓസോണീകരണം എന്ന് പറയുന്നത്. അതിൻ്റെ പിക്ചർ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൊടുത്തു. സൂര്യപ്രകാശത്തിൻ്റെ അൾട്രാവയലറ്റ് രശ്മികൾ ഇതുപോലെ തട്ടുമ്പോൾ ഓക്സിജൻ വിഘടിച്ച് ഏക ആറ്റോമിക ഓക്സിജൻ തന്മാത്രകളായി മാറും. അത് വീണ്ടും പിന്നെ അങ്ങനെ വന്ന് സാധാ ഓക്സിജൻ തന്മാത്രകളുമായി യോജിച്ചുകൊണ്ട് 3 ആറ്റങ്ങളുള്ള ഓക്സിജൻ തന്മാത്രകളായി മാറും. അതാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ എന്ന് പറയുന്നത് അതാണ്. 3 ആറ്റങ്ങളുള്ള ഓക്സിജൻ തന്മാത്രകളാണ് ഓസോൺ വാതകമായി മാറുന്നത്. ഈ ഓസോൺ വാതകമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. സൂര്യൻ്റെ ഹാനികരമായ അൾട്രാവയലറ്റിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നത്.
ഇനി അൾട്രാ വയലറ്റ് കിരണത്തിൻ്റെ അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് രശ്മി കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അൾട്രാ വയലറ്റ് രശ്മി കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? അൾട്രാ വയലറ്റ് രശ്മി കൊണ്ട് ഒന്ന് കാലാവസ്ഥ മാറ്റം ഉണ്ടാകും, ആഹാര ശൃംഖലയിലെ തകർച്ചയുണ്ടാകും, കൃഷിനാശം ഉണ്ടാകും, സസ്യ വളർച്ച മുരടിക്കും, അകാല വാർദ്ധക്യം ഉണ്ടാകും, അന്ധത അല്ലെങ്കിൽ നിശാതിമിരം ഉണ്ടാകും, തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ. ഇത്രയും കാര്യങ്ങളാണ് അൾട്രാ വയലറ്റ് കൊണ്ടുള്ള ദോഷം. ഒന്നുകൂടി, കാലാവസ്ഥ മാറ്റം, ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യ വളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത അല്ലെങ്കിൽ നിശാതിമിരം അതുണ്ടാകും. അതുപോലെ തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസറിനും കാരണമാകും. ഇത്രയും കാര്യങ്ങളാണ് അൾട്രാ വയലറ്റ് രശ്മികൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ. റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷനുകൾ, വിവിധതരം സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിൻറ് തുടങ്ങിയ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ്. ഇപ്പോൾ റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, വിവിധതരം സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ പെയിൻറ് എന്നിവയൊക്കെ ക്ലോറോ ഫ്ലൂറോ കാർബണുകളും ഹാലോണുകളും എന്നീ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ്. ഇത്തരം വാതകങ്ങൾക്ക് ദീർഘകാലം അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കാൻ ശേഷിയുണ്ട്. ഉയർന്ന വിതാനങ്ങളിലേക്ക് എത്തുന്ന ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളാൽ വിഘടിച്ച് ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായി മാറ്റപ്പെടുന്നു. ഓരോ ക്ലോറിൻ ആറ്റത്തിനും 1,00,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ളതായി കണക്കാക്കുന്നു. ബ്രോമിനാകട്ടെ ഇതിൻ്റെ 40 മടങ്ങ്. ഇപ്രകാരം അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിലുണ്ടാകുന്ന ശോഷണത്തെ ഓസോൺ സുഷിരം, ഓസോൺ ഹോൾ എന്ന് വിളിക്കുന്നു. ഓസോൺ സുഷിരം അഥവാ ഓസോൺ ഹോൾ എന്താണ്? നമ്മുടെ റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ, അതുപോലെ വിവിധതരം സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിൻറ് തുടങ്ങിയവയിൽ ഒക്കെ എന്തുണ്ട്? ക്ലോറോ ഫ്ലൂറോ കാർബണുകളും ഹാലോണും ഉണ്ടാവും. ഹാലോണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ തുടങ്ങിയ വാതകങ്ങൾ ഉണ്ടാവും. ഈ വാതകങ്ങൾ എന്ത് ചെയ്യും? ഇത്തരം വാതകങ്ങൾ ദീർഘകാലം അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കാൻ കഴിയും ഇത്തരം വാതകങ്ങൾക്ക്. അപ്പോൾ ഉയർന്ന വിതാനങ്ങളിലേക്ക് എത്തുന്ന ഈ വാതകങ്ങൾ എന്ത് ചെയ്യും? സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളാൽ വിഘടിച്ചിട്ട് ക്ലോറിന്, ബ്രോമിന് എന്നീ വാതകങ്ങളായി മാറുന്നു. അപ്പോൾ ക്ലോറിന്, ബ്രോമിന് എന്നീ വാതകങ്ങളായി മാറുന്നത് എന്താണ്? ഹാലോണ്, അതുപോലെ ക്ലോറോ ഫ്ലൂറോ കാർബണുകളും ഹാലോണുകളുമാണ് ക്ലോറിന്, ബ്രോമിൻ എന്നീ വാതകങ്ങളായി സൂര്യപ്രകാശം ഏറ്റിട്ട് അൾട്രാ വയലറ്റ് രശ്മികളാൽ വിഘടിച്ചുകൊണ്ട് ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായി മാറുന്നത്. ഇങ്ങനെ ഓരോ ക്ലോറിൻ ആറ്റത്തിന് 1,00,000-ഓളം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുണ്ട്. അതിൻ്റെ 40 മടങ്ങ് ശേഷി ബ്രോമിനുമുണ്ട്. ഇങ്ങനെ ഇവ രണ്ടും കൂടി ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നതിനെയാണ് ഓസോൺ സുഷിരം അഥവാ ഓസോൺ ഹോൾ എന്ന് വിളിക്കുന്നത്. ഓസോൺ സുഷിരം ഉണ്ടാകുന്നത് ബ്രോമിൻ, ക്ലോറിൻ എന്നീ ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകളെ വിഘടിപ്പിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഓസോൺ സുഷിരം അഥവാ ഓസോൺ ഹോൾ. ഇനി മോൺട്രിയൽ പ്രോട്ടോകോൾ. നമ്മൾ നേരത്തെ ക്യോട്ടോ പ്രോട്ടോകോൾ പറഞ്ഞു, അതുപോലെ തന്നെയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോൾ ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. 1997 ജപ്പാനിൽ ചേർന്നു, 2005 നിലവിൽ വന്നു, 141 രാജ്യങ്ങൾ അംഗീകരിച്ചു. ഇനി മോൺട്രിയൽ പ്രോട്ടോകോൾ എന്താണ്? ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. എന്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ? ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി 1987 വിയന്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായാണ് ഈ ഉടമ്പടി. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് എവിടെയാണ്? 1987 വിയന്നയിൽ നടന്ന ഉച്ചകോടിയിലാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഓസോൺ സുഷിരത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങൾ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോളും ക്യോട്ടോ പ്രോട്ടോകോളും പ്രധാനപ്പെട്ടതാണ്.
ഈ ഉടമ്പടിയുടെ നടപ്പാക്കലിലൂടെ അന്റാർട്ടിക്കയ്ക്ക് മുകളിലെ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മോൺട്രിയൽ പ്രോട്ടോക്കോൾ കാരണം അന്റാർട്ടിക്കയ്ക്ക് മുകളിലെ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കുറവ് വന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് മോൺട്രിയൽ ഉടമ്പടിയുടെ ഭാഗമായി അന്റാർട്ടിക്കയ്ക്ക് മുകളിലെ ഓസോൺ പാളിയിലുണ്ടായിരുന്ന ശോഷണം കുറയുന്നതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ക്യോട്ടോ പ്രോട്ടോക്കോളും മോൺട്രിയൽ ഉടമ്പടി ഓർത്തു വെക്കുക. 1987 വിയന്നയിലാണ് മോൺട്രിയൽ ഉടമ്പടി. ഇനി ഓസോൺ പാളി സംരക്ഷിക്കാൻ ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് അവബോധം ജനിപ്പിക്കാനും ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാനുമായി എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു. ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. അന്തരീക്ഷ സംരചനയിലെ സവിശേഷതകളെക്കുറിച്ചും അതിലെ വിവിധ ഘടകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി അന്തരീക്ഷ ഘടന. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ വാതക സംരചന ഏറെക്കുറെ ഒരേപോലെയാണ്. അന്തരീക്ഷത്തിൻ്റെ ഈ ഭാഗത്തെ ഹോമോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഘടനയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ വാതക സംരചന ഏറെക്കുറെ ഒരുപോലെയാണ്. വാതകങ്ങളുടെ അളവ് ഏകദേശം ഒരുപോലെയാണ്. അന്തരീക്ഷത്തിൻ്റെ ഈ ഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? ഹോമോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. ഏകദേശം ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെയുള്ള ഭാഗത്തെ വിളിക്കുന്നതാണ് ഹോമോസ്ഫിയർ. അതിൻ്റെ കാരണം എന്താണ്? ഇവിടേക്ക് വാതകങ്ങളുടെ സംരചന ഏകദേശം ഒരുപോലെയാണ്. അതിനു മുകളിലേക്ക് വാതക സംരചനയിൽ ഐക്യരൂപം ഇല്ല. അപ്പോൾ 90 മീറ്റർ വരുന്ന വാതക സംരചന ഏകദേശം ഒരേപോലെയാണ്. അതിനു മുകളിലേക്ക് വാതക സംരചനയിൽ ഐക്യരൂപം ഇല്ല. അതിനാൽ 90 കിലോമീറ്ററിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തെ ഹെട്രോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഹോമോസ്ഫിയർ, ഹെട്രോസ്ഫിയർ. ഹോമോസ്ഫിയർ എന്താണ്? 90 കിലോമീറ്റർ ഉയരം വരെ വാതക സംരചന ഏകദേശം ഒരേപോലെയാണ്. അതുകൊണ്ടാണ് അതിന് ഹോമോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. എന്നാൽ 90 കിലോമീറ്ററിന് മുകളിൽ വാതക സംരചന ഒരുപോലെയല്ല. അതിന് ഐക്യ രൂപമില്ല. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? ഹെറ്ററോസ്ഫിയർ എന്ന് വിളിക്കും. ഹെറ്ററോസ്ഫിയർ എന്നാണ് അതിനെ വിളിക്കുന്നത്. വിവിധ ഉയരങ്ങളിൽ താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങൾ ഏതൊക്കെയെന്നും ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് താപനിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആ മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. ഓരോ അന്തരീക്ഷ മണ്ഡലത്തിനും തനതായ ചില സവിശേഷതകളുണ്ട്. അത് എന്തൊക്കെയാണെന്നും ഓരോ മണ്ഡലവും നമുക്ക് എത്രത്തോളം പ്രയോജനപ്രദമാണെന്നുമാണ് ഒക്കെ ഉള്ള വിശദ കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ഫോട്ടോ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ തെർമോസ്ഫിയർ, ഏറ്റവും മുകളിൽ തെർമോസ്ഫിയർ, പിന്നെ മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ. ഇങ്ങനെയാണ് അന്തരീക്ഷത്തിൻ്റെ പാളികൾ വരുന്നത്. ഇത് താപനിലക്കനുസരിച്ചാണ് അന്തരീക്ഷത്തിൻ്റെ പാളികൾ ഇങ്ങനെ വിവിധ മണ്ഡലങ്ങളാക്കി തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു മാപ്പൊന്ന് നോക്കി വെച്ചാൽ ഒന്നും കൂടി നന്നതാവും. ഇവിടെ ഡിഗ്രി സെൽഷ്യസ് താപനില എത്രയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ അന്തരീക്ഷ മണ്ഡലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാം. ആദ്യത്തെ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്താണ്? ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലം ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയറാണ്. മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരമുണ്ട്, ഏകദേശം 18 കിലോമീറ്റർ വരെ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന് കുറച്ച് ഉയരം കൂടുതലുണ്ട്, 18 കിലോമീറ്റർ വരെ. ബാക്കിയുള്ളിടത്തൊക്കെ ഏകദേശം
13 കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം. എന്നാൽ ഭൂമധ്യരേഖ പ്രദേശത്ത് എന്താണ് ഉയരം കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കും. അതുകൊണ്ടാണ് അവിടെ ഉയരം കൂടുതൽ. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം ഈ മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. നോർമൽ ലാപ്സ് റേറ്റ്. ട്രോപ്പോസ്ഫിയർ എങ്ങനെയാണ്? ട്രോപ്പോസ്ഫിയർ ഓരോ 165 സെൻറ്റിമീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഇതിനെ എന്താണ് വിളിക്കുന്നത്? നോർമൽ ലാപ്സ് റേറ്റ് അഥവാ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ ട്രോപ്പോപാസ് എന്ന് വിളിക്കുന്നു. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ എന്താണ് വിളിക്കുന്നത്? ട്രോപ്പോപാസ്. അപ്പോൾ എന്താണ് ട്രോപ്പോപാസ്? ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെയാണ് ട്രോപ്പോപാസ് എന്ന് വിളിക്കുന്നത്. ഇനി സംക്രമണ മേഖലകൾ എന്ന് പറഞ്ഞാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെയാണ് സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംക്രമണ മേഖലകൾ എന്ന് പറഞ്ഞാൽ? പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ, അത് 2 അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെയാണ് നമ്മൾ സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നീ മണ്ഡലങ്ങൾക്കിടയിലായി യഥാക്രമം ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മിസോപാസ് എന്നീ സംക്രമണ മേഖലകളുണ്ട്. പ്രധാനമായും 3 സംക്രമണ മേഖലകളാണുള്ളത്. ഏതൊക്കെയാണ്? ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മിസോപാസ്. ഇപ്പോൾ 4 അന്തരീക്ഷ മേഖലകളാണുള്ളത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അതിൻ്റെ ഇടയിലുള്ളതാണ് ട്രോപ്പോപാസ്. അതേപോലെ സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയറിന് ഇടയിലുള്ളതാണ് സ്ട്രാറ്റോപാസ്. മിസോസ്ഫിയറിനും തെർമോസ്ഫിയറിനും ഇടയിലുള്ളതാണ് മിസോപാസ്. അപ്പോൾ എന്നീ 3 സംക്രമണ മേഖലകളാണ് നിലവിൽ ഉള്ളത്. 4 അന്തരീക്ഷ മണ്ഡലങ്ങളാണ്. അവയ്ക്കിടയിൽ 3 സംക്രമണ മേഖലകളാണ് ഉള്ളത്. അപ്പോൾ ആ സംക്രമണ മേഖലയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ ആനമുടീൻ്റെ ഉയരം കൊടുത്തിട്ടുണ്ട് 2695. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695. നമ്മൾ സാധാരണ എല്ലാവരും വായിക്കുമ്പോൾ ഈ പോയിൻ്റ് സ്കിപ്പ് ചെയ്ത് പോകും. പക്ഷേ ഇവിടെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. സമുദ്രനിരപ്പിൽ നിന്ന് താപനില 32 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ആനമുടിയിലെ കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് 2695 മീറ്റർ. താപനില എത്രയായിരിക്കും? അപ്പോൾ ആനമുടിയുടെ ഉയരം എത്രയാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. ആനമുടിയുടെ ഉയരം എത്രയാണ്? ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. അടുത്ത അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. നമ്മളിപ്പോൾ ട്രോപ്പോസ്ഫിയർ പറഞ്ഞു. അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണ്? ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ മുകളിൽ ഉയരം വരെ വ്യാപിച്ചിരിക്കും. ട്രോപ്പോപാസിൽ തുടങ്ങിയിട്ട് ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ സമതാപ മേഖല എന്നറിയപ്പെടുന്നു. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണ്? താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റമൊന്നും വരുന്നില്ല. ഈ മേഖലയെ എന്ത് പറയും? സമതാപ മേഖല എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ എന്ത് വിളിക്കും? സമതാപ മേഖല എന്ന് വിളിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞത് ട്രോപ്പോസ്ഫിയറിൻ്റെ അവിടെ താപനില കുറയുന്നു എന്ന് പറഞ്ഞു. അതിനെന്താണ്? ക്രമമായ താപനിരക്ക് എന്ന് പറഞ്ഞു. ഇവിടെയാണെങ്കിലോ ഇവിടെ മാറ്റം വരുന്നില്ല. അതുകൊണ്ട് സമതാപ മേഖല എന്ന് അറിയപ്പെടുന്നു. ഓസോൺ പാളി ഹാനികരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നു. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഖസഞ്ചാരം സാധ്യമാക്കുന്നു.
അപ്പോൾ ഓസോൺ പാളി ഹാനികരമായ അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഓസോൺ പാളി എവിടെയാണ്, ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണ് എന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയറാണ്. അതിന് കാരണം തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവുമാണ്. ഇനി സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല എന്ത് വിളിക്കും? സ്ട്രാറ്റോപാസ് എന്ന് വിളിക്കും. ടോപ്പോസ്ഫിയറിന് മുകളിലുള്ളതിന് ട്രോപ്പോപാസ് എന്ന് വിളിക്കുമെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ളതിന് സ്ട്രാറ്റോപാസ് എന്ന് വിളിക്കും. അടുത്തതാണ് മിസോസ്ഫിയർ. മിസോസ്ഫിയർ ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. മിസോസ്ഫിയറിൻ്റെ ഉയരം 50 മുതൽ 80 കിലോമീറ്റർ വരെ. മറ്റേ ട്രോപ്പോസ്ഫിയർ നമ്മൾ പറഞ്ഞു, ട്രോപ്പോസ്ഫിയർ 13 കിലോമീറ്റർ, അത് ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ. എന്നാൽ 20 മുതൽ 50 വരെ കിലോമീറ്റർ ഉയരത്തിലാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇനി 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ളതാണ് മിസോസ്ഫിയർ. ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. ട്രോപ്പോസ്ഫിയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മിസോപാസിൽ അനുഭവപ്പെടുന്നു. -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ. അപ്പോൾ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? മിസോപാസാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? മിസോപാസാണ്. എത്രയാണ്? -80 ഡിഗ്രി മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ ഉള്ള അത്രയും കുറഞ്ഞ താപനിലയാണ് അവിടെ അനുഭവപ്പെടുന്നത് മിസോസ്ഫിയറിൽ. മിസോഫാസിലാണ് അനുഭവപ്പെടുന്നത്. ഇനി ഉൽക്കകൾ മിസോസ്ഫിയർ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ കത്തി ചാരമാകുന്നു. മിസോസ്ഫിയർ ഉൽക്കകൾ പ്രവേശിക്കുമ്പോൾ അവ ആകർഷണ ബലം കൊണ്ട് ഘർഷണ ബലത്താൽ കത്തി ചാരമാകുന്നു. മിസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല എന്താണ്? മിസോപാസ് എന്നറിയപ്പെടുന്നു. മിസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല എന്താണ് അറിയപ്പെടുന്നത്? മിസോപാസ്. ഉൽക്കകൾ മിസോസ്ഫിയർ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നു. അടുത്ത അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. 4ാമത്തെ അന്തരീക്ഷ പാളിയും അവസാനത്തെ അന്തരീക്ഷ പാളിയുമായ തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ ഹൈറ്റ് 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള മണ്ഡലം ഏതാണ്? തെർമോസ്ഫിയറാണ്. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള മണ്ഡലം ഏതാണ്? അന്തരീക്ഷ മണ്ഡലം ഏതാണ്? തെർമോസ്ഫിയറാണ്. ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഉയരം കൂടുന്തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്നു. ഇവിടെ ഉയരം കൂടുന്തോറും എന്താണ് ചെയ്യുന്നത്? താപനില കൂടുന്നു. ഉയരം കൂടുന്തോറും തെർമോസ്ഫിയർ, നമുക്കറിയാം തെർമോ എന്ന് പറഞ്ഞാൽ തന്നെ ചൂടാണല്ലോ, അപ്പോൾ ഉയരം കൂടുന്തോറും ചൂടും കൂടുന്നു. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. തെർമോസ്ഫിയറിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? അയണോസ്ഫിയർ. അയണോസ്ഫിയറിലാണ് റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത്. അപ്പോൾ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? അയണോസ്ഫിയറാണ്. അയണോസ്ഫിയർ എവിടെയാണ്? തെർമോസ്ഫിയറിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ അയണോസ്ഫിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. അയണോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അപ്പോൾ അയോണീകരണം നടക്കുന്ന മണ്ഡലമാണ് അയണോസ്ഫിയർ. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയ നടക്കുന്ന സ്ഥലമാണ്, ഈ പ്രക്രിയയെ പറയുന്ന പേരാണ് അയോണീകരണം എന്ന്. ഇത് നടക്കുന്ന അന്തരീക്ഷ മണ്ഡലത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖലയിൽ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നു. അപ്പോൾ ഈ അയോണുകൾക്ക് എന്തുള്ള പ്രത്യേകത എന്താണ്? വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും അയോണുകൾക്ക്. അപ്പോൾ റേഡിയോ തരംഗങ്ങൾ എന്താണ്? വൈദ്യുതകാന്തിക തരംഗങ്ങളായതുകൊണ്ട് തന്നെ ഈ
റേഡിയോ തരംഗങ്ങൾ ഈ മേഖലയിൽ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകും. ഈ മേഖലയിൽ ദീർഘദൂര പ്രക്ഷേപണം റേഡിയോ തരംഗങ്ങൾക്ക് സാധ്യമാകും. അപ്പോൾ അതാണ് അയണോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ മൊത്തം 4 അന്തരീക്ഷ പാളികളാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ടോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, അതേപോലെ അതിൻ്റെ സംക്രമണ മേഖലകൾ ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മിസോപാസ്, ഈ 3 സംക്രമണ മേഖലകൾ. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ പഠന പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ പഠന പ്രവർത്തനത്തിൽ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു ഈ വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ മൊഡ്യൂളിൽ തന്നെ ഇനിയും വീഡിയോകൾ 2 ചാപ്റ്ററും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.